സോ ഞാനിന്നിവിടെ ട്രൈ ചെയ്യാൻ പോകുന്നത് ചിക്കൻ ബുൾഡോഗ് സ്പൈസി ന്യൂഡിൽസ് ആണ്. എനിക്ക് അത്യാവശ്യം സ്പൈസിനെസ് ടോളറേറ്റ് ചെയ്യാനുള്ള കഴിവുള്ളത് കൊണ്ട് തന്നെ ഞാൻ ഈ കളർ കണ്ടിട്ട് പേടിച്ചൊന്നുമില്ല. നേരെ മറിച്ച് കഴിക്കാൻ നല്ല എക്സൈറ്റഡ് ആയിരുന്നു ഞാൻ. എന്ത് സാധനം കിട്ടിയാലും ഒന്ന് മണപ്പിച്ച് നോക്കുന്ന സ്വഭാവം എനിക്ക് ഉള്ളത് കൊണ്ട് തന്നെ ഇതും ഞാനൊന്ന് സ്മെല്ല് ചെയ്ത് നോക്കി. നല്ല മുളകിട്ട നാടൻ മീൻകറിയുടെ മണം ഉണ്ടായിരുന്നു. അവിടെ ഇവിടെയായിട്ടൊക്കെ ഞാൻ ഈ ഓൺ വോയിസിൽ ചെയ്ത വീഡിയോയിൽ കുറച്ച് വോയിസ് കുറഞ്ഞു പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് വോയിസ് ഓവർ ചെയ്യുന്നത്. ചൂടോടെ അത്രയും എരിവ് ആ ഒരു ബൈറ്റ് എടുക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം വായിലോട്ട് വെക്കുമ്പം ആദ്യത്തെ എരിവ് ഫീൽ ചെയ്യുന്നത് ഫുള്ള് ചുണ്ടിന് ചുറ്റുമാണ്. ഒരു ഭയങ്കര ടിംഗ്ലിങ് സെൻസേഷനൊക്കെ ആയിട്ട് ചുണ്ട് മൊത്തം അങ്ങനെ പുകയുന്നൊരു ഫീലാണ്. നിങ്ങൾക്ക് ഞാൻ ഈ ബൈറ്റ് എടുക്കുന്ന കാണുമ്പോൾ മനസ്സിലാവും ഈ നൂഡിൽസ് അകത്തോട്ട് പോകുന്നതിനേക്കാൾ പകരം ഇത് പുറത്തേക്കാണ് വരുന്നത്. കാരണം എനിക്ക് ചൂടോടെ അത്രയും എരിവ് ആ ബൈറ്റ് എനിക്ക് എടുക്കാൻ പറ്റുന്നേ ഉണ്ടായിരുന്നില്ല. എടുത്തു കഴിഞ്ഞ് വായിൽ ചവച്ച് അതങ്ങോട്ട് ഇറങ്ങി കഴിയുമ്പം ആ വായിലെ എരിവങ്ങ് പോവും. പക്ഷെ ചുണ്ടൊക്കെ നന്നായി എരിയുന്നുണ്ടായിരുന്നു, പുകയുന്നുണ്ടായിരുന്നു. പക്ഷെ ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരുന്നു. ലൈക്ക് എന്തൊക്കെയോ കുറേ സ്പൈസസ്, സീവീഡ്, സെസമി സീഡ്സ്, ഇങ്ങനെ കുറേ സ്പൈസസ് ഒക്കെ ചേർന്നിട്ട് ദിസ് ലൈക്ക് ഗുഡ് ഫ്ലേവർ ടു ഇറ്റ് ആക്ച്വലി. എങ്ങനാ പറയുക, ഒരു സുഖമുള്ള രുചിയുള്ള എരിവ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഞാൻ ഇനി ഇത് കാശ് കൊടുത്ത് വാങ്ങിക്കുമോ എന്ന് ചോദിച്ചാൽ, കഴിക്കുമോ എന്ന് ചോദിച്ചാൽ, ഞാൻ വാങ്ങിക്കുകയും ചെയ്യും, കഴിക്കുകയും ചെയ്യും. കാരണം എനിക്ക് നല്ല സ്ട്രെസ്സുള്ള സമയത്ത് അല്ലെങ്കിൽ സങ്കടമുള്ള സമയത്ത് ഭയങ്കര ഇമോഷണൽ ആയിട്ടിരിക്കുന്ന സമയത്തൊക്കെ എൻ്റെ നെർവ്സിനെ കാം ഡൗൺ ചെയ്യാൻ, എൻ്റെ ബ്രെയിനിലെ സ്ട്രെസ്സിനെ റിലീസ് ചെയ്യാൻ എരിവിനൊരു ഭയങ്കര കഴിവാണ്. ഐ ഡോണ്ട് നോ, സംതിങ് ഗെറ്റ് റിലീസ് ഫ്രം മൈ ബോഡി വെൻ ഐ ഈറ്റ് സോ മച്ച് സ്പൈസിനെസ്. സോ ഞാനിത് വീണ്ടും ട്രൈ ചെയ്യുമെന്ന് ചോദിച്ചാൽ ട്രൈ ചെയ്യും. ടേസ്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. ബട്ട് ദ വേ ഐ ഫീൽ ദ സ്പൈസിനെസ്, ഐ എൻജോയ് ഇറ്റ്. അതിലുള്ള ആ ഒരു സ്ട്രഗിള് കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിൽ പോലും ഐ റിയലി എൻജോയ് ഇറ്റ്. എൻ്റെ കൂടെ ഉള്ളവരൊക്കെ എന്നോട് ചോദിക്കാറുണ്ട്, ഇത്ര എരിവാണെങ്കിൽ എന്തിനാ ഇതിങ്ങനെ കഴിക്കുന്നത്, എന്നിട്ട് എന്തിനാ ഇങ്ങനെ ബുദ്ധിമുട്ടുന്നതെന്ന്. പക്ഷേ ഞാൻ എപ്പോഴും പറയുന്നൊരു മറുപടി ഉണ്ട്. അതായത് എരിവ് കഴിച്ചാൽ ഇങ്ങനെയുള്ളൊരു സൗണ്ട് വെക്കാൻ പറ്റണം. അതാണ് ആ എരിവിൻ്റെ കറക്റ്റ് അളവെന്ന് പറയുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ പോയി ടിഷ്യൂ പേപ്പറൊക്കെ എടുത്തു. കാരണം നല്ല എരിവ് കാരണം മൂക്കൊക്കെ ഒലിക്കാൻ തുടങ്ങി. ഒരു പ്രത്യേക ഫീല് തന്നെയാണ്. ഞാൻ ഇത്രയും എരിവുള്ള നൂഡിൽസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഫുഡ് ഞാൻ ഇത്രയും എരിവോടെ ഇതുവരെ കഴിച്ചിട്ടില്ല. എനിക്ക് ഇതിൻ്റെ ഇടയ്ക്ക് ചെറിയൊരു പനിയും ചുമയും ഉണ്ടായിരുന്നു. അപ്പോൾ സ്പൈസിനെസ് കിക്ക് ചെയ്തിട്ട് എനിക്ക് നല്ല ചുമ ഇടയ്ക്ക് വരുന്നുണ്ടായിരുന്നു. പിന്നെ ഇതിനകത്ത് തമാശ എന്തെന്ന് വെച്ചാൽ, ഞാൻ സാധാരണ ചൈനീസ് നൂഡിൽസ് എന്തെങ്കിലും പാക്കറ്റ് നൂഡിൽസോ അല്ലെങ്കിൽ ഇതുപോലെ പോട്ട് നൂഡിൽസോ വാങ്ങിക്കുന്ന സമയത്ത് ഞാൻ സാധാരണ അതിനകത്ത് കുരുമുളക്, ക്രഷ്ഡ് കുരുമുളക് കൂടി ഇട്ടിട്ടാണ് കഴിക്കാറ്. ബിക്കോസ് ഐ വോണ്ട് ദാറ്റ് സ്പൈസിനെസ്, ആ നൂഡിൽസിൻ്റെ ആ ഒരു കിക്ക് സ്പൈസിനെസ്സിൻ്റെ കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെയാണ് ഞാൻ ഉള്ളത് നോർമലി. അപ്പം ഞാൻ ഇത് വാങ്ങിച്ചപ്പോഴും ഞാൻ ഓർത്തത് കുക്കായി കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം, എന്നിട്ട് എരിവില്ലെങ്കിൽ വേണമെങ്കിൽ ക്രഷ്ഡ് കുരുമുളക് ചേർക്കാമെന്ന് വിചാരിച്ച് ചേർത്തിരുന്നെങ്കിൽ എൻ്റെ പണി പാളിയാനെ. ടേസ്റ്റ് ചെയ്ത സമയത്ത് അത്യാവശ്യം സ്പൈസിനെസ് ഉണ്ടെന്ന് തോന്നിയതുകൊണ്ട് ദൈവാധീനത്തിന് ഞാൻ ആ ക്രഷ്ഡ് പെപ്പേഴ്സ് ചേർത്തില്ല. ദയവ് ചെയ്ത് കഴിക്കുമ്പോൾ ഇതിൻ്റെ സൂപ്പ് കയ്യിൽ എവിടെയെങ്കിലും ഒക്കെ തൊടുകയോ ഒക്കെ ചെയ്യുമ്പോൾ വളരെ കെയർഫുൾ ആയിരിക്കുക. കാരണം നല്ല സ്പൈസിനെസ് ആണ്. നിങ്ങൾ കൈകൊണ്ട് അവിടെ ഇവിടെയൊക്കെ നൂഡിൽസിൽ തൊട്ടിട്ട് ദയവ് ചെയ്ത് കണ്ണിലും മൂക്കിലും വായിലും ഒന്നും കൊണ്ട് കൈ വെക്കരുത്. തൊടുന്നിടമൊക്കെ നന്നായിട്ട് നീറും, അത്ര എരിവുണ്ട്. സോ ബി കെയർഫുൾ. എൻ്റെ മുഖത്ത് തെറിച്ചപ്പോൾ ഞാൻ ഓർത്ത് എൻ്റെ കണ്ണിൽ പോയിന്ന്, ദൈവാദിനത്തിന് കണ്ണിൽ പോയില്ല. എനിക്ക് യൂട്യൂബിൽ ഈ 2x സ്പൈസി നൂഡിൽസ് പലരും കഴിക്കുന്ന കാണുമ്പോൾ ഒരു തോന്നലുണ്ടായിരുന്നു. ഒന്നെങ്കിൽ അവർക്കൊരു സ്പൈസ് ടോളറൻസ് ഇല്ലാഞ്ഞിട്ടാണ്, അല്ലെങ്കിൽ ദേ ഇസ് ജസ്റ്റ് എക്സാജുറേറ്റിംഗ് ദിസ് തിങ് ഫോർ ദ വീഡിയോ, അല്ലെങ്കിൽ വ്യൂസിന് വേണ്ടിയിട്ട് എക്സാജുറേറ്റ് ചെയ്യുന്നതാണ് എന്നൊരു ചിന്ത എനിക്കുണ്ടായിരുന്നു. ആ ചിന്ത എനിക്കിന്ന് പാടേ മാറി. ഓ, ദിസ് ഇസ് റിയലി സ്പൈസി. ഞാൻ 2x ട്രൈ ചെയ്യാതെ ആദ്യം ഒറിജിനൽ തന്നെ ട്രൈ ചെയ്തതിൽ ഐ എം സോ ഹാപ്പി ആക്ച്വലി. ട്രൈ ചെയ്യുന്നവരാരായാലും ഫസ്റ്റ് ഒറിജിനൽ ട്രൈ ചെയ്തിട്ട് ആ സ്പൈസ് ലെവൽ നിങ്ങൾക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കിയിട്ട് 2x ട്രൈ ചെയ്യുന്നതായിരിക്കും ബെറ്റർ എന്നേ ഞാൻ പറയുള്ളൂ. നൂഡിൽസ് മൊത്തം എന്തായാലും ഞാൻ കഴിച്ചു. ഇനി കുറച്ച് സൂപ്പ് മാത്രമാണ് ബാക്കിയുള്ളത്. സൂപ്പ് മാത്രമായിട്ട് കുടിക്കാൻ നല്ല ബുദ്ധിമുട്ടാണ്. കാരണം നൂഡിൽസിൻ്റെ കൂടെ ആ സൂപ്പ് കുടിക്കുമ്പോൾ നമ്മൾ അത്രയും അങ്ങ് എരിവറിയില്ല. കുറച്ച് നമുക്ക് ആ ഒരു ഫുഡിൻ്റെ കൂടെ ആയതുകൊണ്ട് തന്നെ നമ്മളല്ലാതെ കുടിക്കുമ്പോഴത്തേന് തൊണ്ടയൊക്കെ ഇങ്ങനെ ബേൺ ചെയ്ത് ആ സ്പൈസിനെസ് പോകുന്നത് ഭയങ്കരമായിട്ട് അറിയാൻ പറ്റും. നല്ല പനിയുള്ള സമയത്തൊക്കെ രസത്തിന് പകരം ട്രൈ ചെയ്യാൻ പറ്റുന്നൊരു സാധനമാണ്. നമ്മുടെ മൂക്കും തൊണ്ടയൊക്കെ തുറന്ന് നല്ലതായിട്ട് വരും. നിങ്ങൾക്ക് ഈ സൂപ്പ് കണ്ടാൽ അറിയാം ഇതിൽ കുറേ സ്പൈസസ് ഉണ്ട്. ലൈക്ക്
സീവീഡ്സ് ക്രഷ് ചെയ്തിട്ടിട്ടുണ്ട്, റോസ്റ്റഡ് സീവീഡ്സിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുന്നുണ്ട്, സെസമി സീഡ്സ് ഉണ്ട്, ഇങ്ങനെ കുറേ സ്പൈസസ് ഉണ്ട്. ആ ചുമന്ന വെള്ളം കാണുമ്പോൾ തന്നെ അറിയാം ഹൗ മച്ച് സ്പൈസ് ഇറ്റ് ഈസ്. എനിക്ക് സത്യം പറഞ്ഞാൽ ആദ്യ ഭാഗത്തെ ചുണ്ടിൻ്റെ എരിവൊക്കെ മാറിക്കഴിഞ്ഞു, വായുടെ എരിവും മാറിക്കഴിഞ്ഞപ്പം സത്യം പറഞ്ഞാൽ വയറ്റിലൊരു വേദന, എപ്പിഗാസ്ട്രിക് പെയിൻ, വയറിൻ്റെ ഏറ്റവും മേളത്തെ ഭാഗത്ത് ഒരു വേദനയൊക്കെ വന്നു തുടങ്ങി. കാരണം എരിവ് പിന്നെ അറിഞ്ഞു തുടങ്ങിയതെല്ലാം വയറ്റിലാണ്. ഞാൻ എൻ്റെ ഈ വീഡിയോയുടെ പോർഷനിൽ ശരിക്കും പറഞ്ഞാൽ ഒരു കൺക്ലൂഷനൊക്കെ പറഞ്ഞ് വീഡിയോയ്ക്ക് ഒരു ബൈ ബൈ പറഞ്ഞ് ശരിക്കും പറഞ്ഞാൽ പോയതാണ്. പക്ഷെ തിരിച്ച് വീണ്ടും വരേണ്ടി വന്നു ഒരു 5-10 മിനിറ്റിൽ. I don't know what I'm feeling. ചുമ എരിവിൻ്റെ അല്ല, എനിക്ക് ചുമ ഉണ്ടായിരുന്നതാണ്. I can feel the spiciness in me still, especially in my tummy actually. വയറൊക്കെ എരിഞ്ഞിട്ട് ബോഡിയൊക്കെ ഇങ്ങനെ ഒരുമാതിരി വെയിറ്റ്, എന്താ പറയുക, ബലമില്ലാത്തതുപോലെ ഒരു ഫീല്. I can really feel the spiciness still in my body, still in my brain. It's not the mouth. എനിക്ക് ചുണ്ടിലെ സെൻസേഷൻ പോയി, ചെറിയൊരു സെൻസേഷനേ ഉള്ളൂ. നാക്കിലെ എരിവ് പോയി. ശ്വാസം വലിക്കുമ്പോൾ നെഞ്ചിലും വയറ്റിലും വരും അറിയുന്നുണ്ട് ഇപ്പോഴും. നിങ്ങൾ സ്പൈസ് ടോളറൻസ് ഇല്ലാത്തവരാണെങ്കിൽ ഐ ഡോണ്ട് റെക്കമെൻഡ് ദിസ്. ഒക്കെ ഞാൻ മറ്റേ മുളക് പൊടി, ഉപ്പും എണ്ണയൊക്കെ ചാലിച്ച് ചോറിൻ്റെ കൂടെ അത്രയും എരിവ് കൂട്ടുന്ന ഒരാളാണ് കേട്ടോ. എന്നിട്ടാണ് എനിക്ക് ഇത്ര എരിവ് ഫീൽ ചെയ്തത്. സോ ഇഫ് യു ഡോണ്ട് ടോളറേറ്റ് സ്പൈസ്നെസ്, പ്ലീസ് ഡോണ്ട് ഗോ ഫോർ ഇറ്റ്. നല്ല എരിവുണ്ട്. മേ ബി ദിസ് ഇസ് ലൈക്ക് വാട്ട്സ് ദ ടൈം ഹിയർ? It's like 11 o'clock. So I thought I'm going to have my lunch and breakfast together like a noodles. Then I'm going to go out. എന്ന് വിചാരിച്ചിട്ടാണ് അത് കഴിച്ചത് ആക്ച്വലി. തിങ്ക് രാവിലെ വെറുമായിട്ടുള്ള അത്രയും പേര് കഴിച്ചത്, ഐ തിങ്ക് ഇറ്റ് വാസ് എ റോങ് ഡിസിഷൻ. സോ പ്ലീസ് ഡോണ്ട് ട്രൈ if you don't tolerate spiciness, and not in the morning. Not in the morning. That was a wrong decision. Bye bye. See you.